ഹേ ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. സോ കുറേ ആയാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. രാവിലെ ആയി ഫ്ലൈറ്റൊക്കെ പോയതിന് ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച് ബാക്കിയുള്ള പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പഞ്ചൗട്ടൊക്കെ ചെയ്ത് റൂമിലെത്തി. എനിക്ക് നല്ല കോൾഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ആവിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നൈക്കിന്ന് ഞാൻ കുറച്ചധികം പ്രോഡക്റ്റ്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സെയിൽ നടക്കുന്ന ടൈം ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. അങ്ങനെ താഴെ ഗേറ്റിലായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായത്. തിരിച്ച് വരുമ്പം അങ്ങനെ അതും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഞാൻ ഓർഡർ ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം കാണിച്ച 2 ഡീകൺസ്ട്രക്റ്റിൻ്റെ പ്രോഡക്ട്സും ഈ ഒരു 2 പ്രോഡക്റ്റും എനിക്ക് ഫ്രീ കിട്ടിയതായിരുന്നു. പിന്നെ ഞാനൊരു അണ്ടർ ആം റോൾ ഓൺ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ ടൈം ഫേസിൽ നല്ല പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ക്ലിയറിങ് സിറം, പിന്നെ അതിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനും, ഒരു ഷവർ ജെല്ല്, ഒരു സിമ്പിളുടെ ഫേസ് വാഷ്, പിന്നെ നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യമാണ് ഈ ക്ലെൻസർ എന്നുള്ളത്. അതും പിന്നെ ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഷാമ്പു ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊറിയൻ ടോണറും പിന്നെ ഒരു മോയ്സ്ചറൈസറും, ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ റൂം നല്ല രീതിയിൽ മെസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും ഉറങ്ങാണ്ട് എന്താ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇന്നും നാളെ ഓഫാണ്. ഓഫുള്ള ദിവസം ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ ക്ലീനിങ്ങും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ആ പരിപാടിയൊക്കെ തീർക്കും. പിന്നെ വേറൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാമല്ലോ എന്നുള്ള ആ ഒരു മൈൻഡാണ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ എൻ്റെ കബേർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ആ ബോക്സിൽ തന്നെ ആക്കിയിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കാനായിട്ട് നിന്നു. അങ്ങനെ അതൊക്കെ മടക്കി ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ബെഡിലെ സാധനങ്ങളൊക്കെ ഒന്നൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം കബോർഡിലുള്ള സാധനങ്ങളൊക്കെ ബെഡിൻ്റെ മേലയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരാൾ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ അങ്ങനെ മിസ്സാവലൊന്നുമില്ല. പക്ഷെ നല്ല പൊടി ഉണ്ടാവും. പിന്നെ ചില ദിവസം തിരക്കിട്ടിട്ടൊക്കെ പോകുന്നതാണെങ്കിൽ അതൊക്കെ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടാകും. എല്ലാം ഒന്ന് പ്രോപ്പറാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. ജസ്റ്റ് 200 സംതിങ്ങിന്. ബട്ട് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ സ്കിൻ കെയർ ഐറ്റംസും അതിൽ തന്നെയാണ് ഇട്ട് വെക്കൽ. ടിൽ നൗ അതിനൊരു പ്രശ്നം പറ്റിയിട്ടില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വേണ്ടവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഈ ഒരു ക്യൂട്ട് ഡയറി ഞാൻ മിനീസോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിലെന്തൊക്കെയോ നോട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഇങ്ങനെ കബോർഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ അധികം ഓഫുള്ള ദിവസങ്ങളൊക്കെ ക്ലീൻ ചെയ്യലുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ടാവും. പിന്നെ അത്യാവശ്യം കുറച്ച് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം കൂടി ബെഡിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റിൽ ന്യൂട്രല വെച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഇടയിലും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കബേർഡിൻ്റെ ഉള്ളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ല പൊടിയാണ് എല്ലാ സൈഡിലേക്കും. അപ്പോൾ പിന്നെ അതൊക്കെ നല്ല രീതിയിൽ നീറ്റാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു സ്റ്റാൻഡും നല്ല രീതിയിൽ തുടച്ചിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓർഗനൈസറും ഒക്കെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തന്നെ എടുത്ത് വെച്ചു. ഈ ഒരു സിപ്പർ ഞാൻ മിനീസൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ കബേർഡിൽ തന്നെ വെക്കുന്നുണ്ട്. വേറെ ഒരു സിപ്പറായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും നല്ല ക്യൂട്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് പിന്നെ ഇതെടുക്കാനായിട്ടൊരു മടി. ഞാൻ ഈ ഒരു മിസ്ലർ വാട്ടറൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതായിരുന്നു. ഓൾമോസ്റ്റ് തീരാറായുണ്ട്. അങ്ങനെ വാങ്ങിച്ച പ്രോഡക്ട്സും ഒക്കെ ഇതിൻ്റെ കൂടെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെല്ല വിറ്റൻ്റെ റോസ് വുമൺ എന്ന് പറഞ്ഞ പെർഫ്യൂം അടിപൊളിയാണ്. 4 പെർഫ്യൂം വരുന്ന ആ ഒരു സെറ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പക്ഷെ അതിൽ ആ ഒരു വേരിയൻ്റ് അടിപൊളിയാണ്. ഞാൻ പൊതുവേ ഒരു പെർഫ്യൂം ലവറൊന്നുമല്ല, പക്ഷേ അതിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഓർഗനൈസറിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കെയർ ഇട്ട് വെക്കൽ. ആ ടൈം ഞാൻ പ്ലിക്സിൻ്റെ ഒരു കോംബോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസറും സിറമൊക്കെ ഒപ്പരം വരുന്നത്. അത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പുതിയ പ്രോഡക്റ്റ്സൊക്കെ ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച നൈക്ക ഹാളിൽ നിന്ന് വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ അത്രയും റിവ്യൂസും റേറ്റിംഗ്സും ഒക്കെ നോക്കിയിട്ട് ആഗ്രഹിച്ച് മേടിച്ച പ്രോഡക്റ്റ്സ് ആയിരുന്നു. ഈ ഒരു ടോണർ ആയാലും പിന്നെ ബയോഡോമിൻ്റെ മോയ്സ്ചറൈസർ ആയാലും ഒക്കെ.
ഇതൊക്കെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ കുറച്ച് മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അതിൻ്റെ റിവ്യൂസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. സോ അതിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബ് ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഓരോന്നിൻ്റെ പ്ലേസൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാ നല്ല അടിപൊളി ചോറും പരിപ്പും മുട്ടയും പിന്നെ ഈ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു മീൽ തന്നെ കഴിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്കൊരു PR പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് ഹിലേറി റോദ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സെൻഡ് ചെയ്തിട്ടുണ്ടായ കുറച്ച് ഐറ്റംസ് ആണ്. സോ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലേനു. സോ അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കി. സോ ഇതിലെനിക്ക് കിട്ടിയിട്ടുണ്ടായത് 2 ബ്ലഷും പിന്നെ 2 കളർ ലൈനറും പിന്നെ ഒരു ബ്ലാക്ക് ലൈനറായിരുന്നു. പിന്നെ അതിനൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നാലും ഇതിൽ ജസ്റ്റ് കാണിക്കുന്നതെന്നുള്ളൂ. പിന്നെ ഇത് യൂട്യൂബ് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. അങ്ങനെ പിന്നെ കബേർഡിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. ഈ ഒരു ടേബിളിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ വർക്കിന് കൊണ്ടുപോകുന്ന ബാഗും പിന്നെ കുറച്ച് ആർട്ട് സപ്ലൈസും കാര്യങ്ങളും അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ടേബിളിലുണ്ടാവും. എത്ര ക്ലീൻ ആക്കിയാലും മെസ്സാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ. സോ അതൊക്കെ എന്തായാലും ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞി കുഞ്ഞി സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുത്ത് വെക്കൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇതേനു ഞാൻ വർക്കിന് കൊണ്ടുപോകുമ്പോൾ എടുത്ത ബാഗ്. ഇത് ഞാൻ ആമസോണിൽ ഒരു 400-500 സംതിങ്ങിന് അങ്ങനെ വാങ്ങിച്ച ബാഗാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ബാഗാണ്. ബാഗിൽ ഫുഡ് കൊണ്ടുപോയ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഈ ടേബിളൊക്കെ ഞാൻ ഒന്ന് വെള്ളം വെച്ച് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ വെക്കേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്ലോറിൻ്റെ കോൾ ഇതാണ്. അങ്ങനെ വലിയൊരു കവർ എടുത്ത് വന്നിട്ട് എല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒന്ന് അടിച്ചു വരാമെന്നും കൂടി വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞാൻ പിന്നെ തുടക്കാനായിട്ട് നിന്നു. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്ലീനിങ് വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അങ്ങനെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാൽക്കണിയിൽ പോയി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വെറുതെ പോയതാണ് ഇന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ പോയി മോമോസും പിന്നെ കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.